welcome to the career discussion. I am not saying to join. 1 second. So, we'll spend around 1 hour, which should be very important in your life. It should be very useful in your life. Because at the outset, തുടക്കത്തിലേ ഞാൻ പറയട്ടെ, ഇത് നിങ്ങൾ ഇവിടെ ചേരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഡിസ്കഷൻ ആവരുത്. ചേരണമെന്ന് തോന്നിയാൽ ചേരുക, അത് വളരെ സന്തോഷം. പക്ഷെ ലൈഫിലെ ഒരു ക്രൂഷ്യൽ ഡിസിഷനാണ് നമ്മൾ ഈ പോയിന്റിൽ എടുക്കുക. ഓക്കെ, എന്തിലേക്ക് പോകണം, എങ്ങനെയായിരിക്കണം എൻ്റെ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് യുവർ 1 year കോച്ചിങ് ഇയർ. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് 3 years or 5 years യു ഗോ ഫോർ ലോ. അപ്പം ഞാനും എൻ്റെ ഈ സുഹൃത്തുക്കളും തമ്മിൽ നമ്മളുടെ ശിഷ്ടകാലത്തെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അതിന് വരെ റെലവൻസ് ഉള്ള ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇഷ്ടത്തോടെ, അതിൻ്റെ ഒരു ഗൗരവത്തോടെ, അതിൻ്റെ ഒരു ആത്മാർത്ഥതയോടെ കേൾക്കുക. ഓക്കെ, കേൾക്കുന്ന പലതും ഇതൊക്കെ ഞാൻ എത്ര കേട്ടതാണെന്ന് തോന്നാം. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ഒരു 10 മിനിറ്റ് നമ്മൾ എങ്ങനെയാണ് ഒരു കരിയറിലേക്ക് പോകേണ്ടത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ലോയിലേക്ക് പോകുന്നത് ഗുണകരമാണോ എന്നുള്ളത് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യും. അങ്ങനെ പോകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ മുന്നിലുള്ള ചാലഞ്ചസ് എന്തൊക്കെ എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. അതിന് ഏതൊക്കെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാം, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ജോബ് സെക്യൂരിറ്റിക്ക് ആ യാത്രയിൽ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് തോന്നുന്നു മുൻ അനുഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ ആദ്യം എൻ്റെ ഭാഗം പറയാനുള്ളത് കേട്ടതിന് ശേഷം ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് നമുക്ക് അവസാനം ചർച്ച ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഓക്കെ, നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം, ചാറ്റ് ബോക്സിൽ ഇടാം. മറന്നു പോകുന്നു എന്നുണ്ടെങ്കിൽ അവസാനം നമുക്ക് അതെടുത്തിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ, സോ എൻ്റെ പേര് ദിനേശ്. ഐ എം അഡ്വക്കേറ്റ് ദിനേശ്, ഫൗണ്ടർ ഡയറക്ടർ ഓഫ് ജോബ് സെക്യൂറ. ഇതെൻ്റെ 16ാമത്തെ വർഷത്തെ പുതിയ ബാച്ച് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ 16ാമത്തെ വർഷത്തിലേക്ക് പോകുമ്പോൾ ഞാൻ പഠിച്ച കോളേജിലേക്ക് തന്നെ കുട്ടികൾ പോകുന്നതും അവിടെ കഴിഞ്ഞ ദിവസം എന്താ പറയുക, കുട്ടികൾ എന്നെ വിഷ് ചെയ്യാൻ വിളിക്കുന്നതൊക്കെ കാണുമ്പോൾ ദോസ് ആർ ദ ബെസ്റ്റ് മൊമെൻറ്റ്സ് വി ക്യാൻ ഹാവ് ഇൻ അവർ ലൈഫ്. I did my law from Government Law College, Calicut. Did my post-graduation in law from Government Law College in Calicut. I did my second post-graduation, did my Master of MBA specializing in human resource. I have done a post-graduation certification in business administration, human resources from IIM Kozhikode. 12 വർഷം സജീവ പ്രാക്ടീസിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ക്ലാസ് റൂംസ് ആർ മോർ അട്രാക്റ്റിംഗ് മീ ദാൻ കോർട്ട് റൂംസ് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാനും എൻ്റെ വൈഫും കൂടെ ഈ സ്ഥാപനം തുടങ്ങിയത്. 2000-ലധികം കുട്ടികൾ ഇവിടെ നിന്ന് ഇന്ത്യയിലെ നാഷണൽ ലോ സ്കൂൾ ബാംഗ്ലൂർ അടക്കം ഇന്ത്യയിലെ മികച്ച നിയമ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ നേടിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതേപോലെ ഒരു ദിവസം, ആദ്യത്തെ ദിവസം ഇങ്ങനെ ഇരുന്നതാണ്, എന്താണ് ഇപ്പോൾ പറയാൻ പോകുന്നത്, എന്താ നടക്കുക എന്നുള്ളത് ഒക്കെ ആദ്യത്തെ ദിവസം എല്ലാവരും കേട്ടതാണ്. അതിൽ കുറേ പേര് തീരുമാനമെടുത്തു, കുറേ പേര് ഞങ്ങളുടെ പ്രിപ്പറേഷനിൽ ഞങ്ങളുടെ കൂടെ നിന്നു. വലിയ വലിയ സ്ഥാനങ്ങളിലെത്തി. ഇന്ന് ജഡ്ജായവരും പോലീസിന് വലിയ സ്ഥാനത്തിരിക്കുന്നവരും ഗവൺമെൻറ് സർവീസിൽ വലിയ സ്ഥാനത്തിരിക്കുന്നവരും സിവിൽ സർവീസ് കിട്ടിയവരും ഒക്കെ ഈ സ്ഥാപനത്തിൽ പഠിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള പുതിയ മുഖങ്ങൾ ഈ ഒരു ചെറിയ ഇൻട്രൊഡക്ഷന് ശേഷം ഇവിടെ നിന്ന് ജനിക്കട്ടെ എന്നതാണ് നമ്മളുടെ ആഗ്രഹം. അപ്പോൾ അതിന് ആദ്യം നിങ്ങൾക്ക് തോന്നുന്ന ഒരു സംശയം, ലോ അത്ര അട്രാക്റ്റീവ് ആയൊരു കരിയർ ആണോ അല്ലയോ എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ പറയുന്നതിൻ്റെ മുന്നേ നിലവിൽ വന്നിട്ടുള്ള ഒരു മാറ്റം നമുക്ക് അറിയേണ്ടത്, എന്താണ് എഡ്യൂക്കേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം. എവിടെയെങ്കിലും ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ്റെ ഒരു നിർവചനം ആർക്കെങ്കിലും ചാറ്റ് ബോക്സിൽ ഇടാൻ പറ്റുമോ?
എല്ലാവർക്കും ആ പ്രശ്നമുണ്ടോ? വോയിസ് ക്ലിയർ അല്ലാത്ത? അപ്പോൾ മെസ്സേജ് ഇട്ട് കണ്ടു, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണ്. ഓക്കെ. Can somebody give me some insights? What did you understand about what is education? ഈ വേർഡ് നമ്മൾ ഇന്ന് വളരെ 2 മിനിറ്റ് സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല. എന്താ പഠിക്കുന്നത് എന്നുള്ളതിനേക്കാൾ എന്തിനാ പഠിക്കുന്നത് എന്നുള്ളത് അറിയണ്ടേ. You can put your suggestion in chat box ഇട്ടാൽ മതി. All round development of a person. Very good. Bringing out the innate ability of the child. Okay, very good. ദേവികയ്ക്കും മെറിറ്റൽ മിക്ചറിനും മാത്രമേ ഉള്ളൂ മറുപടി. ടു ഇൻക്രീസ് നോളേജ്. വെരി ഗുഡ്. നിങ്ങൾ കേസ് നടത്താൻ പോവാണെങ്കിൽ കോടതിയിൽ ജഡ്ജി ചോദ്യം ചോദിച്ചാൽ മറുപടി പറഞ്ഞില്ലെങ്കിൽ അപ്പം ജാമ്യാപേക്ഷ തള്ളും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 58 കുട്ടികൾ ഇതിലിരിക്കുന്നുണ്ട്. 5 പേർക്ക് മറുപടി ഇടാനുള്ള താല്പര്യമുള്ളൂ. ഓക്കെ. ഫൗണ്ടേഷൻ ടുവേർഡ്സ് പ്രോസസ് ഓഫ് റിസീവിങ് ഓർ ഗിവിങ് സിസ്റ്റമാറ്റിക് ഇൻസ്ട്രക്ഷൻ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മൈ ഗുഡ് ഫ്രണ്ട്സ്. റീസെൻ്റ്ലി ഞാൻ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊരു പഠനം വായിക്കുകയുണ്ടായി. നോളജ് ഈസ് എവരിവെയർ. നോളജ് ഈസ് എവരിവെയർ, ബട്ട് ദ ഡിസയർ ടു ലേൺ ഈസ് ലാക്കിംഗ്. ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന 90% ഡാറ്റയും യൂട്യൂബിലും ഗൂഗിളിൽ അവൈലബിൾ ആണ്. പക്ഷെ അത് ഡിസയർ ടു ലേൺ അതാണ് ഇന്ന് നഷ്ടപ്പെടുന്നതെന്നാണ് പറയുന്നത്. എല്ലാ സ്ഥാപനങ്ങളിലും ചോദിക്കാൻ സാധ്യതയുള്ള ഉത്തരങ്ങളൊക്കെ ഉണ്ട്. മ്യൂട്ട് ചെയ്യാവോ? ഡിസയർ ടു ലേണിൻ്റെ ലക്ഷണമാണ് ഒരു മറുപടി ഇടാനുള്ള താല്പര്യം. ഓക്കെ. കാരണം ഈ വാക്കെങ്കിലും നിങ്ങൾ ഈ സെമിനാറിലൂടെ മനസ്സിലാക്കിയാൽ വളരെ നല്ലതാണ്. എഡ്യൂക്കേഷൻ എന്ന വാക്കിൻ്റെ സിമ്പിൾ അർത്ഥം ടു ലീവ് ഫ്രം വിതിൻ ആണ്. എഡ്യൂക്കേറെ എന്ന ലാറ്റിൻ ടേം എന്നാണ് ഈ വേർഡ് ഉണ്ടായത്. ടു ലീവ് ഫ്രം വിതിൻ. So it's a question of the lawyer inside should live from within. അത് നിങ്ങൾ LLBക്ക് ജോയിൻ ചെയ്തിട്ട് എൻറോൾ ചെയ്തപ്പോൾ ഉണ്ടാവുന്ന ഒരു മാറ്റമല്ല. ജോബ് സെക്യൂറിൽ നിങ്ങൾ വരുന്ന നിമിഷം മുതൽ the lawyer inside should live from within. അതാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ കരിയർ ടോക്ക് യൂട്യൂബിൽ അവൈലബിളാണ്. പക്ഷെ നിങ്ങളത് ശ്രദ്ധിക്കണമെങ്കിൽ ഞാനും തമ്മിലൊരു ഇൻട്രാക്ഷൻ നടക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിസയർ ടു ലേണിൻ്റെ ലക്ഷണമാണ് ഒരു ഉത്തരം ഇടാനുള്ള തോന്നൽ. അപ്പോൾ ആദ്യം നിങ്ങൾ ചോദിക്കേണ്ടത്, ഈസ് ദെയർ എ സീഡ് ഇൻസൈഡ് യു വിച്ച് ഈസ് സ്പ്രൗട്ടിങ് ആസ് എ ലോയർ? ലോയർ എന്ന് പറഞ്ഞാൽ കോടതി പോകുന്ന കൂട്ടിട്ട ആളെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിയമമേഖലയിലെ കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള താല്പര്യങ്ങൾ ആ വിത്തുള്ളിലുണ്ടെങ്കിലേ ലീവ് ഫ്രം വിതിൻ സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. പ്രോസസ്സ് ഓഫ് ഗെയിനിങ് നോളജ് ആണ്. ഇന്നേറ്റ് എബിലിറ്റി ഉള്ളിൽ നിന്ന് കൊണ്ടുവരണം. ദാറ്റ്സ് വൈ ഐ എം സേയിങ് ചാടിക്കേറിയൊരു തീരുമാനം എടുക്കണ്ട. ജോബ് സെക്യൂറിൽ നിങ്ങൾ വരുന്ന നിമിഷം മുതൽ ഞങ്ങളുടെ ശ്രമം എന്താണ്? ദ ലോയർ, ദ ലീഗൽ എക്സ്പേർട്ട്, ദ ലീഗൽ ജീനിയസ് ഷുഡ് സ്റ്റാർട്ട് ലിവിങ് ഫ്രം വിതിൻ. അതിൻ്റെ കോച്ചിങ് ആണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പം അത് നിങ്ങൾ ആദ്യം ചോദിക്കുക. ഓക്കെ സർ, ഒരു ലോയർ ഫ്രം വിതിൻ വരാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വെരി ഗുഡ്. അപ്പം രണ്ടാമത്തെ ചോദ്യം, ലോ എന്ന കരിയറിന് സാധ്യതയുണ്ടോ? ഞാൻ സാധ്യതകളെക്കുറിച്ച് കൂടുതൽ പറയുന്നതിൻ്റെ മുന്നേ
നിയമത്തിൻ്റെ കരിയറിൻ്റെ സൈഡിൽ സാധ്യതകളുണ്ട്. ഞാൻ 2 എക്സാമ്പിൾ തരാം നിങ്ങൾക്ക്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ശാസ്ത്ര സർവകലാശാലകളിൽ ഒന്നാണ് IIT Kharagpur. Okay, IITs were only known for providing world-class education in the field of science. എന്നാൽ IIT Kharagpur 2 വർഷം മുന്നേ ലോയിലെ പുതിയ കോഴ്സ് തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും അത്? IIT Kharagpur നമ്മൾ ലോ കോളേജുകൾ വിട്, അതും അവരെടുക്കുന്ന കണ്ടോ 3 ഇയർ കോഴ്സാണ്. അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്ന നോക്ക്, മെഡിസിൻ കഴിഞ്ഞവർ, അല്ലെങ്കിൽ ഡിഗ്രി BTech കഴിഞ്ഞവർ, അല്ലെങ്കിൽ MBA കഴിഞ്ഞവർ, ഇവരെയാണ് IIT Kharagpur ഒരു പ്രത്യേക. നിങ്ങൾക്ക് ഇപ്പോൾ +2 പഠിച്ചവർക്ക് ഈ കോഴ്സ് പറ്റില്ല കേട്ടോ, ഞാൻ ഈ കോഴ്സിലേക്ക് പോകാനല്ല പറയുന്നത്. ആൻഡ് ദിസ് ഹാസ് ബീൻ അപ്രൂവ്ഡ് ബൈ ബാർ കൗൺസിൽ. ഇപ്പോൾ IIT Kharagpur ലോയിൽ കോഴ്സ് തുടങ്ങുന്നു. ഓക്കെ, സെയിം വേ ഇന്ത്യയിലെ അറിയപ്പെടുന്ന മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IIM. IIM റോത്തക്ക് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് LLB തുടങ്ങി. IIMs are known for വേൾഡ് ക്ലാസ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോച്ചിങ് കൊടുക്കുന്ന സ്ഥലമാണ് IIMs. IIMസും എന്തിനെ കുറിച്ച് തുടങ്ങി? 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് LLBയെ കുറിച്ച് നോക്കാൻ തുടങ്ങി. ഓക്കെ, നാഷണൽ ലോ സ്കൂൾ ബാംഗ്ലൂർ തുടങ്ങിയ കാലം മുതൽ അവർ 5 ഇയർ കോഴ്സ് മാത്രമേ ഓഫർ ചെയ്തിരുന്നുള്ളൂ. ലാസ്റ്റ് ഇയർ ദേ സ്റ്റാർട്ടഡ് ഓഫറിങ് 3 ഇയർ കോഴ്സ്. അപ്പോൾ all these indicate എന്ത്? ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നിയമം പഠിപ്പിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ സബ്ജക്റ്റിന് സ്കോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് പഠിച്ചിറങ്ങിയവർക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നതുകൊണ്ടാണല്ലോ. അപ്പം നിങ്ങൾക്ക് തോന്നും, സർ എത്ര പേര് വക്കീലാവുന്നുണ്ട്, അല്ലെങ്കിൽ ട്രഡീഷണൽ കൺവെൻഷനൽ നമ്മളുടെ എക്സ്പെക്റ്റേഷൻ LLB എടുത്താൽ എന്തിലേക്ക് പോകാമെന്നായിരുന്നു. അത് നമ്മൾ നോക്കിയാൽ ഒരു ബേസിക് സാധ്യതകളാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, കോർപ്പറേറ്റ് ലോ ഇന്ന് മാറി വരുന്ന ഒരു അന്തരീക്ഷമാണ്. കോർട്ട് ഓഫ് ലോ, നമ്മൾ കൺവെൻഷനായി പറഞ്ഞാൽ വക്കീലായി നിങ്ങൾ കോടതിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു സാധ്യത. നമ്മൾ അറിയണ സുഹൃത്തുക്കളെ, LLB ബിരുദധാരികൾക്ക് മാത്രമായി എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും, മിക്ക ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും LLB ബിരുദധാരികൾക്ക് മാത്രമായിട്ടുള്ള സ്പെസിഫിക് പോസ്റ്റുകളുണ്ട്, ഉണ്ടാവുമല്ലോ. നിങ്ങളെന്നെ ആലോചിച്ച് നോക്കൂ. ബാങ്കിൽ ലീഗൽ ഓഫീസർ വേണം, RBIയിൽ ലീഗൽ ഓഫീസർ വേണം, റെയിൽവേയിൽ ലീഗൽ ഓഫീസർ ഉണ്ട്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ലീഗൽ ഓഫീസർ ഉണ്ട്, വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ലീഗൽ ഓഫീസർ ഉണ്ട്. അപ്പം ഇതെല്ലാം 1000-10,000 കണക്കിന് വേക്കൻസി ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു ഡിഗ്രിക്ക് പോകുന്നതിനേക്കാൾ ഇതിനേക്ക് നോക്കി കാണുന്നതിനുള്ള ഒരു സാധ്യതയുണ്ടോ? ഡിഫൻസിലുള്ളതും എണ്ണം വളരെ കുറവാണ്. ഇതിലെല്ലാം ഉപരി ജുഡീഷ്യറിയിലേക്ക് പോകുന്നതിൻ്റെ സാധ്യത. അപ്പോൾ ഇതെല്ലാം ബ്രീഫായിട്ട് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം. ഓക്കെ, അതിൻ്റെ ഒരു സാധ്യത നോക്കിയാൽ, കുറച്ചും കൂടെ വൈഡ് സ്പെക്ട്രം നോക്കിയാൽ, ഇന്ത്യയിൽ കോർപ്പറേറ്റ് ലോ ബൂമിംഗ് ആണ്. അതുകൊണ്ടാണല്ലോ IIM നിയമവും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഓക്കെ, ഞാൻ വായിച്ചറിഞ്ഞതാണ്, Amazon.comൻ്റെ 2021-22 ബഡ്ജറ്റിൽ ഏകദേശം 1700 കോടിയുടെ മേലെയാണ് അവരുടെ ലീഗൽ എക്സ്പെൻസ് ഇന്ത്യയിൽ മാത്രം. ഇപ്പം 700 കോടി രൂപയുടെ ഒരു നിയമതർക്കം അല്ലെങ്കിൽ ഒരു ലീഗൽ കോൺസിക്വൻസ് ആമസോണിന് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൽ ലീഗൽ ഒപ്പീനിയൻ വേണം, അതിൽ ലിറ്റിഗേഷൻ ഉണ്ടാവും, ഇതിൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവും, ഇത് ഹാൻഡിൽ ചെയ്യണം.
ഇപ്പോൾ കോർപ്പറേറ്റ് ലോയിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട്. ലീഗൽ പ്രോസസ് ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം ഞാൻ എപ്പോഴും പറയുന്നത്, ലണ്ടനിൽ ഒരു ലീസ് എഗ്രിമെൻ്റ് ഡ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു 300 പൗണ്ട്സ് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ 100 പൗണ്ട്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, 100 പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അവിടെ കംസ് ടു 10,000 റുപ്പീസ്. 100 പൗണ്ട്സിന് കിട്ടില്ല ഒരു ലീസ് എഗ്രിമെൻറ്റ്. ഇപ്പോൾ 500 പൗണ്ട്സ് കൊടുക്കേണ്ടി വരും. എന്നാൽ അതേ ഡീറ്റെയിൽസ് ഇന്ത്യയിലെ ഒരു ലോയർക്ക് അയച്ചു കൊടുക്കുന്നു. ഇന്ത്യയിലെ ലോയർ അത് എഡിറ്റ് ചെയ്യുന്നു, അതിൽ മാറ്റങ്ങൾ വരുത്തുന്നു, തിരിച്ചയക്കുന്നു. ഇന്ത്യയിലെ ഒരു ലോയർക്ക് 3,000 റുപ്പീസ് കൊടുത്താലും ഒരു ദിവസം അദ്ദേഹത്തിന് 3-4 അങ്ങനത്തെ ലീസ് എഗ്രിമെൻറ്റ് എഡിറ്റ് ചെയ്ത് ഡ്രാഫ്റ്റ് ചെയ്ത് തിരിച്ചയക്കാൻ പറ്റും. ഇതൊരു പുതിയ സംഗതിയാണ്. PhD-ക്കാരെ എടുത്ത് നോക്കിയാൽ ഏറ്റവും കുറവ് PhD-ക്കാരുള്ള സബ്ജക്റ്റായി കണക്കാക്കുന്നതിലൊന്നാണ് ലോ. ഇപ്പോൾ അക്കാഡമിക് ആൻഡ് റിസർച്ച്. കാരണം IIM-ൽ ഒരു MBA സബ്ജക്റ്റ് പഠിപ്പിക്കാൻ ഞാൻ മോഹിച്ചിട്ട് കാര്യമില്ല, കിട്ടുമായിരുന്നില്ല, കിട്ടാൻ ചാൻസ് കുറവായിരുന്നു. പക്ഷേ ലോയിലൊരു PhD ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് IIM-ൽ നേരിട്ട് ഇപ്പോൾ ക്ലാസ് എടുക്കാനുള്ള ചാൻസ് കൂടി വരികയാണ്. മീഡിയ നിങ്ങൾ നോക്കിയാൽ എല്ലാ മീഡിയയ്ക്കും കോടതിയിൽ പോയി റിപ്പോർട്ട് ചെയ്യാൻ ഒരു കറസ്പോണ്ടൻ്റ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എല്ലാ വാർത്തകളും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. എല്ലാം ഇന്ന് ഹോട്ട് ന്യൂസാണ്. ഹോട്ട് ന്യൂസ് ഏറ്റവും കൂടുതൽ വരുന്നത്, ഞാൻ നിങ്ങളെ ഇതിലൊന്നും ഭ്രമിപ്പിക്കുകയല്ല കേട്ടോ, ഇപ്പോൾ ഇതിൻ്റെ ഒരു പോസിബിലിറ്റിയാണ് പറയുന്നത്. വെൻ എക്കോണമി ഈസ് ബൂമിങ്, ഗ്രോയിങ്, സ്വാഭാവികമായിട്ടും അവിടെ ലിറ്റിഗേഷൻ കൂടും, ബിസിനസ് ലോൻ്റെ അറിവുള്ളത് കൂടും, പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ഓൺലൈൻ ക്രൈംസ്, ഇൻ്റർനെറ്റ് വയലേഷൻ, പ്രൈവസി പോളിസി വയലേഷൻ, ഡാറ്റ ബ്രീച്ച്, ഇതെല്ലാം ഇന്ന് ഏതൊരു കച്ചവടക്കാരനെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അവിടെയൊക്കെ ലോൻ്റെ ഒരു ഇത് വരുന്നുണ്ട്, ലോ ഫോംസ് കൂടി വരുന്നുണ്ട്. ഇതെല്ലാം ഉപരി ജുഡീഷ്യറി എന്നതിലെ സാധ്യത. കാരണം കേരള ഹൈക്കോടതി തന്നെ ഒബ്സർവേഷൻ ഉണ്ട്, എല്ലാ വർഷവും വേക്കൻസി ഉണ്ടെങ്കിൽ എല്ലാ വർഷവും മുനിസിപ്പൽ മജിസ്ട്രേറ്റ് പരീക്ഷ നടത്തണം. മുൻ വർഷങ്ങളിൽ അങ്ങനെയല്ല, 3-4 വർഷം കാത്തു നിന്നിട്ട് ഒരുമിച്ചൊരു പരീക്ഷയാണ് നടത്തിയിരുന്നത്. അതിലെല്ലാം മാറ്റം കൊണ്ടു വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഒരു സ്പെക്ട്രം ഓഫ് കരിയർ പോസിബിലിറ്റി നമ്മളെ മുന്നിലുണ്ട്. അപ്പോൾ ആദ്യം നോക്കേണ്ടത്, ഇസ് ദർ എ ലോയർ ലിവിങ് ഫ്രം വിതിൻ? സെക്കൻഡ് തിങ്, am I taking a correct decision moving to a better profession? അതിന് ഒരു കൺവെൻഷണൽ ഡിഗ്രിയേക്കാൾ സാധ്യതകളുണ്ട്. കാരണം പ്രമുഖ എഞ്ചിനീയറിംഗ് കോളേജുകളും IIMs-ഉം ലോ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ നിയമമേഖലയിൽ ഒരു കരിയർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ മുന്നിലുള്ള വഴികൾ എന്ത്, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് 2 തരം ക്വാളിഫിക്കേഷനെ കുറിച്ച് നോക്കാം. ഒന്ന് നാഷണൽ ലെവൽ എക്സാംസും രണ്ടാമത്തത് സ്റ്റേറ്റ് ലെവൽ എക്സാംസ്. നാഷണൽ ലെവലിനെ കുറിച്ച് ഞാൻ ഇന്നത്തെ നമ്മൾ ചർച്ചയിൽ കൂടുതൽ പറയുന്നില്ല. ബിക്കോസ് ക്ലാറ്റിൻ്റെയും മെയിലറ്റിൻ്റെയും ഓറിയൻറ്റേഷൻ ഒരു 3 ആഴ്ച മുന്നേ ഞാൻ നടത്തിയായിരുന്നു. ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. ക്ലാറ്റിനെ കുറിച്ച് അപ്പം നമ്മളിപ്പം ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഞാൻ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ അടുത്ത് 20ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം ക്ലാറ്റ് നമ്മളെ കുട്ടികളിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയായ ബാംഗ്ലൂർ ലോ യൂണിവേഴ്സിറ്റിയിൽ ആദിത്യൻ എൻ്റെ സ്റ്റുഡൻറ്റ് ക്വാളിഫൈഡ് ആണ്. ഇറ്റ്സ് എനി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ആളുടെയും ടീമിൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് നാഷണൽ ലോ സ്കൂളിൽ ബാംഗ്ലൂരിൽ ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയാലാണ്. ഇത് കൂടാതെ 3 പേര് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലുണ്ട്, റിത്വിൻ ഉണ്ട്, രാധിക ഉണ്ട്. ഇവരെല്ലാം ക്ലാറ്റ് ക്വാളിഫൈ ചെയ്തതാണ്. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് സ്റ്റേറ്റ് LLBയുടെ പാറ്റേൺ എന്താണ്, ജോബ് സെക്യൂർ അതിൽ നിങ്ങൾ എന്താണ് സഹായിക്കുന്നത്. ഈ സ്ലൈഡ് നിങ്ങൾക്ക് അത്ര വിസിബിൾ ആയിരിക്കില്ല. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് വരാൻ പോകുന്ന സ്ലൈഡിലുള്ളത്.
വളരെ സന്തോഷത്തോടെ വളരെ അഭിമാനത്തോടെ ജോബ് സെക്യൂർ പറയുന്നത്, ജോബ് സെക്യൂർ ഒരു കുട്ടീനെ കേരള ലോ എൻട്രൻസിന് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി അഡ്മിഷൻ വാങ്ങുക എന്നതിനല്ല ട്രെയിൻ ചെയ്യുന്നത്. ക്ലീ എഴുതാൻ പോകുന്ന ഒരു കുട്ടിക്ക്, ക്ലാറ്റ് വിട്ടേക്ക്, എയിലറ്റ് വിട്ടേക്ക്, ക്ലീ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ക്ലീ കൂടാതെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ക്യുസാറ്റ് എക്സാം എഴുതാം, JMI ജാമിയ മിലിയയിൽ എഴുതാം, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി എഴുതാം, ഡൽഹി യൂണിവേഴ്സിറ്റി എഴുതാം, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് വേറെ തന്നെ പരീക്ഷയാണ്, കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് വേറെ തന്നെ പരീക്ഷയാണ്, ലോ അക്കാഡമിയുടെ പരീക്ഷ വേറെയാണ്. ഔട്ട്സെറ്റ് ഞാൻ പറയട്ടെ, നമ്മളടുത്ത് ചേരുന്ന കുട്ടീനെ നമ്മൾ ഈ 7 പരീക്ഷയ്ക്കും തയ്യാറാക്കും. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും സന്തോഷത്തോടെ പറയുന്നത്, ആകെ 60 സീറ്റുള്ള കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ 23 പേരും ജോബ് സെക്യൂറിൽ പഠിച്ചവരാണ്. കാരണം അവരെ ഞങ്ങൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്ക് അതിൻ്റെ മോഡലിൽ തയ്യാറാക്കിയിട്ടുള്ള പരീക്ഷയ്ക്ക് അതിൻ്റെ പാറ്റേണിലാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ക്ലീ പഠിച്ചോ ക്ലാറ്റ് കിട്ടും, ക്ലാറ്റ് പഠിച്ചോ ക്ലീ കിട്ടും, ക്ലീ പഠിച്ചോളൂ കൊച്ചിൻ യൂണിവേഴ്സിറ്റി കിട്ടും, ഇല്ല, നമ്മൾ പറയുന്നില്ല. ക്ലീ മാത്രം പഠിച്ചാൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി കിട്ടില്ല. ക്ലീ പോയ പാറ്റേൺ മാത്രം നോക്കിയാൽ ചിലപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി നിങ്ങൾ ക്വാളിഫൈ ആയില്ല എന്ന് വരും. കാരണം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 85 ക്വസ്റ്റ്യനേ ഉള്ളൂ. അവിടെ വരുന്ന ചില ലെവലുകൾ ചിലതിൽ വ്യത്യാസമുണ്ട് ക്ലീനേക്കാളും. അപ്പോൾ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ എൻ്റെ അടുത്ത് പഠിച്ചാലില്ലെങ്കിലും മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം, ക്ലീ എഴുതിയാൽ MG യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടില്ല, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടില്ല, കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടില്ല. അതേപോലെ MG യൂണിവേഴ്സിറ്റി എഴുതിയതല്ലേ ഞാൻ, എനിക്ക് എന്താ ട്രിവാൻഡ്രം ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടാത്തത്, അത് നടക്കില്ല. അത്രയും നമ്മളെ കുട്ടികളെ കൃത്യമായി നേരത്തെ തന്നെ നമ്മളടുത്ത് എൻറോൾ ചെയ്താലുള്ള ഗുണം, ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ പറയും. അപ്പോൾ ഇതിലെ ഒരു പ്രധാന എക്സാം ക്ലീ തന്നെയാണ്. ആ പ്രധാന എക്സാമിൻ്റെ ഔട്ട്കം ബേസ്ഡ് ആണ് ബാക്കിയുള്ളതെല്ലാം. പക്ഷെ അതിനൊക്കെ വേറെ വേറെ പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. ഓക്കെ, ഇതാണ് ഒരു ജനറൽ കേരള LLB എഴുതിയ നിങ്ങൾക്ക്. കോഴിക്കോടും തൃശ്ശൂരും BBA LLB ആണ്, എറണാകുളത്ത് BCom LLB ആണ്, ട്രിവാൻഡ്രത്ത് BA LLB ആണ്. ഈ 4 ഗവൺമെൻറ് ലോ കോളേജസിലേക്കാണ് 5 ഇയറിന് ഉള്ളത്. സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ സീറ്റുകളെ കുറിച്ച് ഞാനിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. സെൽഫ് ഫിനാൻസിങ്ങിലേക്ക് പോകാനല്ലല്ലോ മൈ ഫ്രണ്ട്സ് നമ്മൾ ഈ അധ്വാനിക്കുന്നത്. നിങ്ങൾ 25,000 രൂപ കൊടുത്ത് ഇവിടെ കോച്ചിങ് എടുത്താൽ ജോബ് സെക്യൂരിറ്റിയുടെ ആഗ്രഹം എന്താ അറിയോ? 6 ലക്ഷം രൂപ കൊടുത്തിട്ട് നിങ്ങൾ LLB ആകുന്നത് വെറും 60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ആകാൻ പറ്റും. അപ്പോൾ ഇത് മുൻ വർഷത്തെയാണ് കേട്ടോ. ഈ വർഷം ഏകദേശം 7,000 പേരാണ് അപ്ലിക്കൻസ് ആയിട്ട് ഉണ്ടായിരുന്നത്. 7,000 പേരാണ് അപ്ലൈ ചെയ്തത്. ഇനി 3 ഇയർ നോക്കുകയാണെങ്കിൽ 420 സീറ്റ് ഉണ്ട്. 3 ഇയറിന് അപ്ലിക്കൻസ് 3,500 ആ റേഞ്ചിലാണ് നിൽക്കാറ്. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും പറയുന്നു, ക്ലീ ബാച്ച് എന്ന് നിങ്ങൾ ജോയിൻ ചെയ്താലും, പ്രത്യേകിച്ച് ലോങ് ടേമിലുള്ള എൻ്റെ ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സ് ഓൾറെഡി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. ക്ലീയുടെ റിസൾട്ട് വന്നിട്ടില്ല. 79 കുട്ടികൾ കേരളത്തിലെ ക്ലീയുടെ റിസൾട്ട് വരുന്നതിൻ്റെ മുന്നേ 89 കുട്ടികൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു നമ്മളെ MGയിലും കണ്ണൂരും കൊച്ചി യൂണിവേഴ്സിറ്റിയിലായി. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ക്ലീക്ക് മാത്രം നിർത്താതെ നമ്മൾ അവരെ ഓൾറെഡി മുന്നേ അവർക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാ പരീക്ഷയ്ക്കും അവരെ തയ്യാറെടുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ക്ലീ പരീക്ഷയുടെ ഒരു സബ്ജക്റ്റ് പാറ്റേൺ. ഓക്കെ, ഇംഗ്ലീഷ്, ജനറൽ നോളേജ്, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്, മെൻ്റൽ എബിലിറ്റി. ഇവിടെ എനിക്ക് നിങ്ങളുടെ ഒരു റെസ്പോൺസ് വേണം. 200 ക്വസ്റ്റ്യൻ ആണുള്ളത്, 2 മണിക്കൂർ പരീക്ഷയാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. അപ്പോൾ ഇനി ഞാൻ പറയട്ടെ, ജോബ് സെക്യൂർ കുട്ടികളുടെ മോഡൽ ടെസ്റ്റ് മുഴുവൻ ചെയ്യിക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. മുഴുവൻ ഞങ്ങൾ ചെയ്യിക്കുന്നത് ആപ്പിലൂടെയാണ്. അതുകൊണ്ട് കുട്ടികൾ പറഞ്ഞത് എന്താ അറിയോ, സാറേ ഞങ്ങൾക്കിത്
കറക്റ്റ് കളറ് കണ്ടിട്ട് ബബിൾ ചെയ്ത് ശീലമായതുകൊണ്ട് നമുക്ക് അവിടെ വലിയ ടെൻഷൻ ഉണ്ടായില്ല. ഓക്കെ, ഈ 4 സബ്ജക്റ്റ് ഉണ്ടല്ലോ, ഈ 4 സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഏതാണ് ടഫായിട്ട് തോന്നുന്നത്? അല്ല, ഏതാണ് ഇതിൽ ഈസി, അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് ടഫ് എന്ന് ടഫ് ഇട്ടോളൂ, എന്നാൽ നിങ്ങൾക്ക് കോച്ചിങ് വേണോ വേണ്ടതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഈ 4 സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഏതാണ് ടഫ് എന്ന് തോന്നുന്നത് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാവോ. ഇംഗ്ലീഷ് ആണോ, GK ആണോ, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആണോ, മെൻ്റൽ എബിലിറ്റി ആണോ? റിയ സക്കീർ ഇട്ടു. വളരെ വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് വരുന്നത്. വെരി ഗുഡ്. ഞാനിത് ചോദിക്കാനൊരു കാരണമുണ്ട്. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഞാൻ അതാ പറഞ്ഞത്, എൻ്റെ അടുത്ത് വന്നാലും ഇല്ലെങ്കിലും എനിക്ക് നിങ്ങൾക്കൊരു മറുപടി തരാൻ പറ്റും ഇതിൽ നോക്കി. ഏറ്റവും അധികം കുട്ടികൾ എഴുതി കാണുന്നത് ലീഗൽ ആപ്റ്റിറ്റ്യൂഡാണ്. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് അല്ല വില്ലൻ. പിന്നെ കുറേ പേരുടെ ഒരു കോമ്പിനേഷൻ ഞാൻ കാണുന്നത്, സർ എനിക്ക് മാത്സ് ഭയങ്കര ടഫാണ്. മാത്സ് അല്ലെങ്കിൽ മെൻ്റൽ എബിലിറ്റി 25 മാർക്കേ ഉള്ളൂ, ആശ്വാസമുണ്ട്. അപ്പോൾ ഷിബിൻ ഇപ്പോൾ കറക്റ്റ് ചോദ്യം ചോദിച്ചു, ഹൂ ഈസ് ദ വില്ലൻ ഹിയർ? ഓക്കെ, വെരി ഗുഡ്. അതിൻ്റെ ഉത്തരം റിയ താഴെ ഇടുകയും ചെയ്തു, ബിക്കോസ് ഐ ആം നോട്ട് അറ്റ് ഓൾ ഇൻവോൾവ് ഇൻ കറണ്ട് അഫയേഴ്സ്. വെരി ഗുഡ്. അപ്പോൾ കീലേരി അച്ചു വില്ലൻ ആരാന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. ഞങ്ങളെ കുട്ടികളെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ജോബ് സെക്യൂര പരീക്ഷയോടടുത്ത 21 ദിവസം ഇവിടുത്തെ ഫാക്കൽറ്റി ടീം ഓരോ ദിവസവും 100 ചോദ്യങ്ങളുടെ കറണ്ട് അഫയേഴ്സ് ടെസ്റ്റുകൾ എല്ലാ കുട്ടികളെ കൊണ്ടും ചെയ്യിച്ചിരുന്നു. ഓക്കെ, 1001 ചോദ്യങ്ങൾ ഞങ്ങൾ അവസാനത്തെ വീക്ക് കുട്ടികളുമായി ഷെയർ ചെയ്തു. 6 ചോദ്യങ്ങളാണ് അതിന്ന് വന്നത്. അയ്യോ, അത്രേ വന്നുള്ളൂ. നിങ്ങളിപ്പോൾ അതാ ചോദിക്കാം, സർ 1000 പഠിച്ചിട്ട് ആകെ 6 എന്നുള്ളത്. നോക്കണേ, 45-ൽ 6 അതിൽ വന്നത്. നമ്മൾ നടത്തിയ 20 പരീക്ഷകളിൽ നിന്ന് 18 ചോദ്യങ്ങളാണ് വന്നത്. കാരണം ഇതിലൊരു വലിയ ടെൻഷൻ, ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ചില കൊല്ലം സ്റ്റാറ്റിക് GK ചോദിക്കും, ചില കൊല്ലം കറണ്ട് അഫയേഴ്സ് ചോദിക്കും. അപ്പോൾ അതിലൊരു ബാലൻസ്ഡ് പ്രിപ്പറേഷൻ ആവശ്യമാണ്. ലീഗൽ ടഫാണ് എന്ന് നിങ്ങൾക്ക് തോന്നാനുള്ള കാരണം വളരെ സിമ്പിളാണ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. നിങ്ങൾ ജീവിതത്തിൽ ഇന്നേ വരെ പഠിച്ചിട്ടില്ല. ഉറപ്പായിട്ടും ലീഗലിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഡേ 2 മുതൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റും. എന്നാൽ ഇംഗ്ലീഷും കറണ്ട് അഫയേഴ്സും അങ്ങനെയല്ല സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏപ്രിൽ മാസത്തിൽ മാത്രം ചാടി കയറി പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് അതുവരെയുള്ള കറണ്ട് അഫയേഴ്സ് മുഴുവൻ ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റുമോ? അപ്പോൾ അതിനെന്ത് വേണം? ഒരു വീക്ക്ലി കണക്റ്റ് വേണം. നമ്മൾ തരുന്ന വീക്ക്ലി ടെസ്റ്റുകൾ വേണം. അടുത്ത ആഴ്ച ഞാൻ റിയേനെ ഓൺലൈനിലായാലും ക്ലാസ്സിൽ കാണുമ്പോഴും ചോദിക്കും, മംഗൾയാൻ പ്രൊജക്റ്റിൻ്റെ തലവൻ ആരാണ്, പ്രൊജക്റ്റ് ഹെഡ് ആരാണ്? അപ്പോൾ എനിക്ക് തോന്നും, നാളെ മംഗൾയാൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ട് പോലും ഞാൻ ആ പ്രൊജക്റ്റ് ഹെഡ് ആരായിരുന്നു, ഞാൻ അറിഞ്ഞിരിക്കേണ്ടതല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ ഉള്ളിലുള്ള ലോയർ ടു ലീവ് ഫ്രം വിതിൻ ഫസ്റ്റ് ഡേ മുതൽ തുടങ്ങിപ്പിക്കും നമ്മൾ. കാരണം കറണ്ട് അഫയേഴ്സ് വായിക്കൽ ഒരു അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം, ഒരു ലീഗൽ എക്സ്പേർട്ടിനെ സംബന്ധിച്ചിടത്തോളം, ഇറ്റ് ഈസ് നോട്ട് എ സിംഗിൾ ഡേ അഫയർ. ഇറ്റ് ഹാസ് ടു ബി എ ലൈഫ് ലോങ് ഹാബിറ്റ്. അതുകൊണ്ടാണ് എങ്ങനെ ജോബ് സെക്യൂരിറ്റിക്ക് സഹായിക്കുക. അപ്പം ലീഗൽ ഞാനാണ് എടുക്കുന്നത്, വേറെ എഗിൻ സാർ എടുക്കുന്നുണ്ട്. മെൻ്റൽ എബിലിറ്റി എൻ്റെ വൈഫ് മാഡം തന്നെയാണ് എടുക്കുന്നത്. ഇവരെല്ലാം നമ്മളുടെ ടീമിലെ പെർമനൻ്റ് അവൈലബിൾ ഫാക്കൽറ്റിയാണ്.
അപ്പോൾ ഓരോരുത്തരുടെ സ്വഭാവം അറിഞ്ഞിട്ട് ഇത് ലീഗൽ നിങ്ങൾ പേടിക്കേ വേണ്ട. ഏത് സ്ഥാപനത്തിൽ പോയാലും ലീഗൽ ശരിയാവും. പക്ഷേ മെൻ്റൽ എബിലിറ്റി പലപ്പോഴും പറയാം അത് നിങ്ങൾ വിട്ടേക്കെന്നാണ്. പക്ഷെ മെൻ്റൽ എബിലിറ്റിയിൽ എല്ലാം ന്യൂമറിക്കൽ ബേസ്ഡ് അല്ല. പെർസെൻറ്റേജ് റേഷ്യോ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് വരാം. പക്ഷെ അതിൽ ബ്ലഡ് റിലേഷൻ ഉണ്ട്. അത് ചിലവർ എക്സ്പേർട്സ് ആയിരിക്കും. കോഡിങ്, ഡീകോഡിങ് ഉണ്ട്. അത് ചിലവർക്ക് ആ ടെക്നിക്ക് പറഞ്ഞു കൊടുത്താൽ അവർ വളരെ സിമ്പിളായിട്ട് ഓക്കെ, ഫാമിലി ട്രീ ഇങ്ങനെയാണല്ലേ മനസ്സിലാക്കുക. ഓക്കെ, ബ്ലഡ് റിലേഷൻ. അപ്പം ഇതിലെന്താ അറിയോ, ബ്രദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാകാം ആദ്യമായിട്ട് അവിടെ പോയിരിക്കുമ്പോൾ. അപ്പോൾ ഇതിൽ 4 ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വളരെ ക്ലിയറായി പറയട്ടെ, ലോ മാത്രം പഠിച്ചിട്ട് എൻട്രൻസ് പാസ്സാകാൻ പറ്റില്ല എന്നുള്ളത് ഞങ്ങളുടെ കൃത്യമായ റിസർച്ചിൽ നിന്ന് മനസ്സിലാക്കി. കഴിഞ്ഞ വർഷം കറണ്ട് അഫയേഴ്സിന് ഇംഗ്ലീഷിനും നല്ല രീതിയിൽ നമ്മൾ ഫോക്കസ് കൊടുത്തു. 100% റിസൾട്ടിൽ അത് മാറ്റം കണ്ടു. ഇനി നിങ്ങൾക്ക് നേരത്തെ കാണിച്ച സ്ലൈഡിലെ പരീക്ഷകൾ വീണ്ടും ഒന്ന് പറഞ്ഞു തരിക കേട്ടോ. കൊച്ചിൻ യൂണിവേഴ്സിറ്റി എഴുതണം. കുറച്ച് ഫീസ് കൂടുതലാണെങ്കിലും ഇന്ത്യയിലെ തന്നെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി. ക്യാമ്പസും ഇതെല്ലാം ഈവൻ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വരെയുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കാലം ചെല്ലുന്തോറും അവരുടെ ക്വാളിറ്റി കൂടി വരുന്നുണ്ട്. MG യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെ നടക്കുന്ന ഒരു കോഴ്സാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ ക്ലീ എന്ന് മാത്രം ധരിച്ചിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഈ 3 പരീക്ഷ വേറെ തന്നെ എഴുതണം. ഈ 3 പരീക്ഷയുടെയും അവൈലബിൾ ആയിട്ടില്ല. ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷം മുതൽ പുറത്ത് കൊടുക്കില്ല ക്വസ്റ്റ്യൻ പേപ്പർ. മുൻ വർഷത്തത് അവൈലബിൾ ആയിരുന്നു. അവർ ലൈബ്രറിയിലുള്ളതും നമുക്ക് ലഭ്യമായതുമായിട്ടില്ല. കൊച്ചിൻ യൂണിവേഴ്സിറ്റിൻ്റെ ഇതുവരെ നടന്ന എല്ലാ പരീക്ഷയും ഞങ്ങളുടെ ആപ്പിലുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ലഭ്യമായത്, അതായത് കുട്ടികൾക്ക് മോഡലിൽ കൊടുത്തിട്ടില്ല, അവർ മോഡൽ ഇറക്കിയിരുന്നു ഇപ്രാവശ്യം. ഇതെല്ലാം നമ്മളെ ആപ്പിലുണ്ട്. അപ്പം നിങ്ങൾ ഓൾ ഓഫ് എ സഡൻ ഒരു ഐഡിയ ഇല്ലാതെയല്ല കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ലോ എൻട്രൻസ് പരീക്ഷയിലെ ഏറ്റവും ടഫ് ഏരിയ ഏതാണെന്ന് ആർക്കെങ്കിലും ചാറ്റ് ബോക്സിൽ ഇടാവോ? ലോ ഉണ്ട്, റീസണിങ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, മെൻ്റൽ എബിലിറ്റി ഉണ്ട്. Alan has replied English, current affairs English. അല്ല മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു കൺഫ്യൂഷനാണ് നിങ്ങളുടെ പ്രശ്നം. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ലോജിക്കൽ റീസണിങ്ങിൽ വലിയ വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. നല്ല രസകരമായ ചോദ്യങ്ങൾ ഉണ്ടാവും അതിൽ. ഇപ്പോൾ സില്ലോജിസം ചില കൊല്ലം ചോദിക്കാറുണ്ട്. സ്ട്രെങ്തനിങ് ആൻഡ് വീക്കനിങ് ഓഫ് ആൻ ആർഗ്യുമെൻറ്റ് ചോദിക്കാറുണ്ട്. ഈ എക്സാമ്പിളിന് സമാനമായ മറ്റൊരു എക്സാമ്പിൾ ഏത്? ഫോർ എക്സാമ്പിൾ, ടൈ ബ്രേക്കർ എന്ന കോൺസെപ്റ്റ് താഴെ പറയുന്നതിൽ എവിടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ടൈ ബ്രേക്കർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി നമ്മളെ പിള്ളേർ ക്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന റീസണിങ്ങിനുള്ള സാധ്യമായ എല്ലാ മോഡലുകളും ഞാൻ തന്നെയാണ് പഠിപ്പിച്ചത്. മെൻ്റൽ എബിലിറ്റി അവിടെ സ്ട്രോങ് ആണ്, മാഡം തന്നെയാണ് പഠിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റി നോക്കണം. ലോങ് ടേം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ വീക്കെൻഡിൽ വന്നാലും ഞങ്ങൾ ആദ്യം മുതലേ അവരെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസും അതിന് വേണ്ട റിക്വയർമെൻറ്റും നമ്മൾ അവരെ പറയും. അപ്പം ഇതിൻ്റെയൊക്കെ പാറ്റേൺ 200 ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് MG യൂണിവേഴ്സിറ്റിക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് കുറയാറുണ്ട്. അലിഗർ മുസ്ലിം ഒരു നാഷണൽ ലെവൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് താല്പര്യമുള്ള ഒരാൾക്ക് ക്ലാറ്റ് എഴുതിയിട്ട് ലക്ഷങ്ങൾ ചിലവാക്കൊന്നും വേണ്ട. AMUവിൽ നമ്മളെ കുട്ടികൾ പഠിക്കുന്നുണ്ട്, ജാമിയ മിലിയയിൽ പഠിക്കുന്നുണ്ട്. ജാമിയ മിലിയയ്ക്ക് എന്താ പറയുക, അത് അലിഗർ ഇവിടെ മലപ്പുറത്ത് സെൻറ്റർ ഉണ്ട്, അലിഗർ AMUവിൽ. അപ്പോൾ അങ്ങനെ താല്പര്യപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ സെൻട്രൽ ക്യാമ്പസിൽ എടുക്കാം, അല്ലെങ്കിൽ മലപ്പുറത്ത് എടുക്കാം. ഒസ്മാനിയയിൽ ഈ വർഷം നമ്മളെ കുട്ടികൾ ജോയിൻ ആയിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ വേറെ വേറെ എക്സാം. ഇതിൽ ഞാനൊരു സിമ്പിൾ സംഗതി പറയട്ടെ.
70% കുട്ടികൾ ഇത് അപ്ലൈ ചെയ്യാനുള്ള സമയം പോലും അറിയാതെ പോകുന്നു. അപ്പോൾ നമ്മളിത് ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യും, നമ്മൾ യൂട്യൂബ് വീഡിയോസ് ഇടും. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ. ഓരോ പരീക്ഷ വരുമ്പോഴും നമ്മളത് അവിടെ അതിനെങ്ങനെ അപേക്ഷിക്കണം, തയ്യാറെടുക്കണമെന്ന് അപ്ലൈ ചെയ്യാറുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റി ഒരുപാട് കുട്ടികൾ ആഗ്രഹിക്കുന്നതാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ 3 ഇയറേ ഉള്ളൂ, 5 ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്ലാറ്റ് സ്കോറിലൂടെയാണ് എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വലിയൊരു അവസരം നഷ്ടപ്പെടുന്നുണ്ട് ഈ വർഷം. കഴിഞ്ഞ വർഷം +2 കഴിഞ്ഞിട്ട് പോകുന്നവരുണ്ടായിരുന്നു. പക്ഷേ ക്ലാറ്റ് എഴുതുന്നവർക്ക് വലിയൊരു ആശ്വാസമാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി 3 ഇയർ CUET പോയതും ഒരു പരിധിക്ക് ഡിസഡ്വാൻറ്റേജസ് ആണ് എന്ന് ഞാൻ പറയും. കാരണം അതിൽ ലോ സബ്ജക്ട്സേ അവർ കഴിഞ്ഞ കൊല്ലം ചോദിച്ചിട്ടില്ല, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് ചോദിച്ചത്, അതായത് ഡൊമെയിൻ സബ്ജക്റ്റായിട്ട്. ഇത്തരം മാറ്റങ്ങൾ പോലും പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. അതാണ് ഞങ്ങളോട് പറയുന്നത്. ഇപ്പം CUETയുടെ ഒരു സ്വഭാവം ഇതാണ്. ലാംഗ്വേജ് പരീക്ഷ ഒന്നുണ്ട്, ഡൊമെയിൻ സബ്ജക്റ്റ് ഉണ്ട്, ജനറൽ ടെസ്റ്റ് ഉണ്ട്. CUET ഞാൻ ഇവിടെ വിശദമാക്കുന്നില്ല. CUET എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നതിനെക്കുറിച്ച് എൻ്റെ വീഡിയോ യൂട്യൂബിലുണ്ട്. കാരണം കുറഞ്ഞ പേരെ അത് നോക്കുന്നുണ്ടാവുള്ളൂ. ഞാൻ പറയുകയും ചെയ്യും, CUET വെറുതെ ചാടിക്കയറി എല്ലാവരും അപ്ലൈ ചെയ്യും വേണ്ട കേട്ടോ. നമ്മുടെ ഗുവാഹട്ടിയിലോ ആസാമിലോ ഒക്കെ പോയിട്ട് ഒരു കോഴ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ ലോക്കൽ ലാംഗ്വേജിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള ചാലഞ്ച് ഉണ്ടാവും. ഓക്കെ, പക്ഷേ ഈ ഡൊമെയിൻ സബ്ജക്റ്റ് 3 ഇയറിന് ലോ അല്ല കഴിഞ്ഞ വർഷം. ഓക്കെ, അപ്പോൾ അതും നമ്മുടെ മുന്നിൽ ഒരു ചാലഞ്ചാണ്. ഓക്കെ, ഇനി നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായി ഈ പരീക്ഷ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? കോച്ചിങ് വേണോ വേണ്ടയോ? അല്ല, ഞാൻ പറയുന്നത് എൻ്റെ അടുത്ത് എടുക്കണോ വേണ്ടോ എന്നിട്ട്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ലോ കോളേജുകളിൽ സീറ്റ് തുറന്നു കിടക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണോ വിചാരിച്ചു. അപ്പോൾ എല്ലാത്തിനും കൂടെ നമുക്ക് സമയം ഉണ്ടാവില്ല. ഓക്കെ, 2022 2023 ലോ എൻട്രൻസ് പരീക്ഷയുടെ സ്വഭാവം കൂടുതൽ ജനറിക്കിൽ നിന്ന് സ്പെസിഫിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ക്വസ്റ്റ്യൻസിൻ്റെ നിലവാരം 50% മേലെ പോയിട്ടുണ്ട്. ഞാനതിൻ്റെ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാം. മുൻ വർഷങ്ങളിൽ നമുക്കറിയാമായിരുന്നു, നെറ്റിൽ കാണുന്ന ചില ചോദ്യങ്ങൾ അതേപോലെ പരീക്ഷയ്ക്ക് വരുന്ന സാഹചര്യം വളരെ കൂടുതലായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷത്തെയും അതിൻ്റെ മുന്നത്തെ വർഷത്തെയും ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കുമ്പോൾ വലിയൊരു ശതമാനം ക്വസ്റ്റ്യൻസും സ്വന്തമായി ഉണ്ടാക്കിയതാണ്. ഞാനൊരു ചെറിയ വ്യത്യാസം പറഞ്ഞുതരാം. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞാൽ സൈറ്റിൽ പോവുക, 3 ഇയറിൻ്റെയും 5 ഇയറിൻ്റെയും ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ പേപ്പർ അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങളത് എടുത്തു നോക്കിയാൽ ലീഗൽ റീസണിങ്ങിൽ 9 ചോദ്യങ്ങൾ ഒരു പ്രത്യേക മോഡലിലാണ് വന്നത്. ഞാൻ എൻ്റെ സന്തോഷമാട്ടോ പങ്കുവെക്കുന്നത്. അതായത് റീസണിങ് ആൻഡ് അസേർഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. 35 ക്വസ്റ്റ്യൻസ് ആണ് ക്ലാസ്സിൽ ഞാൻ റീസണിങ് അസേർഷൻ മോഡൽ ചെയ്യിച്ചത്. കുട്ടികൾ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു, സാർ ഇത്രയൊക്കെ ടഫ് വരുമോ. ഈ വർഷം ലീഗൽ റീസണിങ്ങിൽ പതിവ് പ്രിൻസിപ്പിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് 1 മറ്റേ ചോദിച്ചുള്ളൂ. 9 ക്വസ്റ്റ്യൻ ചോദിച്ചത് റീസണിങ് അസേർഷൻ മോഡലിലാണ്. റീസണിങ് അസേർഷൻ മോഡൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. എല്ലാം എൻ്റെ കുട്ടികൾ ശരിയാക്കിയിട്ടുണ്ടെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, അറിയില്ല, റിസൾട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ഒരേ സ്വരത്തിൽ ഭൂരിഭാഗം കുട്ടികളും പറഞ്ഞത്
ഇങ്ങനത്തെ ഒരു മോഡൽ ഞങ്ങൾ ചെയ്തതുകൊണ്ട് ഇതിലെന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയായിരുന്നു. ഉത്തരം കണ്ടുപിടിക്കാൻ സമയമെടുത്തെങ്കിലും എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. വലിയൊരു ശതമാനം കുട്ടികൾക്കും ആ മോഡലിലെ ക്വസ്റ്റ്യൻ എന്താന്ന് തന്നെ മനസ്സിലായിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് എന്താണ് ജോബ് സെക്യൂർ ഓഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ സ്ലൈഡിലൂടെ നിങ്ങളോട് പറയുന്നത്. 2 ഓപ്ഷനാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഒന്നുകിൽ റിപ്പീറ്റ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അതറിയാനാവുന്നേ ഉള്ളൂ. കൂടുതൽ പേര് എനിക്ക് തോന്നുന്നു വീക്കെൻഡ് ബാച്ചിലായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. പക്ഷേ റെഗുലർ ബാച്ചിലേക്ക് ഇവിടെ ഓൾറെഡി ഹാഫ് വേ ത്രൂ ആയി ബാച്ച്. കാരണം കഴിഞ്ഞ കൊല്ലം ഇക്കൊല്ലം എഴുതുന്നില്ല, ഒന്ന് കൃത്യമായ ഒരു തയ്യാറെടുപ്പിലൂടെ മതി എന്ന് തീരുമാനിച്ച ഒരു വലിയ വിഭാഗം പേര് ഓൾറെഡി സീറ്റ് അവർ പൈസ അടച്ച് ചേർന്ന് കഴിഞ്ഞു. വരുന്ന ആഴ്ച നമുക്ക് ക്ലാസ് തുടങ്ങണം. പക്ഷെ ഞാൻ തന്നെ അവരോട് പറഞ്ഞ, അല്ല മൈ ഫ്രണ്ട്സ്, നിങ്ങളൊരു പരീക്ഷ എഴുതിയതല്ലേ, നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന്. റിസൾട്ട് വന്നിട്ട് പോരേന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. ഓക്കെ, ഇപ്പം ഡെയിലി ബാച്ചിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഓഫ്ലൈനിൽ ചേരാം, അല്ലെങ്കിൽ ഓൺലൈനിൽ ചേരാം. ഓഫ്ലൈനിൽ ചിന്തിക്കുന്നവർ, ഞങ്ങളുടെ സ്ഥാപനം ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് സ്വന്തം ബിൽഡിങ്ങിൽ ഫുള്ളി ഫർണിഷ്ഡ് കംഫർട്ടബിൾ ക്ലാസ് റൂംസിലാണ് ക്ലാസ് നടത്തുന്നത്. ഞങ്ങൾക്ക് ഹോസ്റ്റലില്ല, പക്ഷേ നമ്മുടെ ഗേറ്റിൻ്റെ നേരെ എതിർവശത്ത് MES വുമൻസ് കോളേജിൻ്റെ ഹോസ്റ്റലുണ്ട്. നമ്മളൊരു കുറേ കുട്ടികൾ അവിടെ നിന്നിരുന്നു. ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ നേരെ ബാക്കിലുള്ള റോഡ് ക്രോസ് ചെയ്താൽ YWCAയുടെ ഹോസ്റ്റലുണ്ട്. കുറേ കുട്ടികൾ അവിടെ നിന്നിരുന്നു. കേരളത്തിൽ നിന്ന് എല്ലാ ജില്ലയിൽ നിന്നും കുട്ടികൾ ഞങ്ങളുടെ അടുത്ത് പഠിക്കുന്നു എന്നതാണ് കോവിഡ് എനിക്ക് ഉണ്ടാക്കി തന്ന വലിയൊരു ഭാഗ്യം. ഡെയിലി ക്ലാസ്സസ് ആണ് ഉണ്ടാവുക. ആഴ്ചയിൽ 5 ദിവസം ക്ലാസ് ഉണ്ടാവും. ആഴ്ചയിൽ 5 ദിവസത്തെ ക്ലാസ്സിൽ ഉച്ചവരെയാണ് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുക. പക്ഷേ 72 ടെസ്റ്റ് നമുക്ക് ഓൺലൈനിൽ, ഒറിജിനൽ ടെസ്റ്റ്, അതായത് ക്ലീയുടെ ഇതുവരെ ഇറങ്ങിയ എല്ലാ പരീക്ഷകൾ, MG യൂണിവേഴ്സിറ്റിയുടെ അവൈലബിൾ ആയത് കണ്ണൂർ, ഇതെല്ലാം ഒറിജിനൽ ടെസ്റ്റ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനുണ്ടാവും. ഓക്കെ, സെപ്റ്റംബറിൽ ആയിപ്പോയി ഇപ്രാവശ്യം. കണ്ടില്ലേ, നമ്മൾ ഓഗസ്റ്റിൽ തുടങ്ങേണ്ടതാണ്. അപ്പോൾ എക്സാം ഡേറ്റ് എന്നായിരിക്കും എന്നത് വലിയൊരു അനിശ്ചിതത്വമാണ്. നിങ്ങൾക്ക് മാർച്ച് 31 വരെ റെഗുലർ ക്ലാസ് ഉണ്ടാവും. ഓക്കെ, ഓഫ്ലൈനിൽ വരുന്നവർക്ക് ഈ വർഷം നിങ്ങൾ നോക്കണം, 31 വരെ റെഗുലർ ഓഫ്ലൈൻ ക്ലാസ് കൊടുത്തിട്ടും യാതൊരു അഡീഷണൽ ഫീസും വാങ്ങാതെയാണ്, ഞങ്ങൾ പരീക്ഷയുടെ അന്ന് വരെ ഓൺലൈനിൽ ക്ലാസ് കൊടുത്തു. ഇത് രക്ഷിതാക്കൾ ദയവ് ചെയ്ത് പൂർണ്ണമായി കേൾക്കണം. ഞങ്ങൾ പരീക്ഷയുടെ മുന്നേ പരീക്ഷ വരെ ക്ലാസ് കൊടുക്കുന്നില്ല എന്നുള്ളത് ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. ഡെയിലി ക്ലാസ് കൊടുത്തുകൊണ്ട് ഏകദേശം 600 മണിക്കൂറിൻ്റെ ലൈവ് സെഷൻ ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നു. അത് കൂടാതെ വീണ്ടും ഒരു 300 മണിക്കൂറിൻ്റെ ഓൺലൈൻ സെഷൻ ലൈവ് ഞങ്ങൾ അവർക്ക് ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. അത് അവരെടുക്കാത്തതിന് അവർ പറയുന്നത് ഇത് പഠിച്ചൊക്കെ തന്നെയാണ് വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഏപ്രിൽ മാസം ആകുമ്പോൾ മാറ്റി എഴുതാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ഇതിൽ ഡെയിലി ക്ലാസ് ഉണ്ടാവും. 600-ലധികം മണിക്കൂറിൻ്റെ ഇൻട്രാക്ഷൻ ഉണ്ടാവും. 25,000+ സിലബസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഞങ്ങളുടെ തന്നെ ഒരു ഗൈഡ് ഉണ്ട്, ആ ഗൈഡ് കുട്ടികൾക്ക് സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഭാഗമായി ലഭ്യമാവും. ഇതിന് കൂടാതെ എല്ലാ സബ്ജക്റ്റിലെയും റെക്കോർഡഡ് വീഡിയോസ്, സ്റ്റുഡിയോ റെക്കോർഡഡ് വീഡിയോസ് ഓരോ ടോപ്പിക്കിലെയും, ഇത് വളരെ ഹാപ്പി ആയിട്ട് പറയാം, 1000 കോപ്പി അടിച്ച് എനിക്ക് സെക്കൻഡ് പ്രിൻറ്റിങ്ങിലേക്ക് ഈ വർഷം പോകണം. എൻ്റെ കുട്ടികൾ കൂടാതെ ആളുകൾ മാർക്കറ്റിൽ വാങ്ങിയതുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 11,111 ചോദ്യങ്ങൾ. ഇത് മുഴുവൻ ആൻസർ ചെയ്യാൻ തന്നെ നമുക്ക് സമയം വേണം. എല്ലാ ക്വസ്റ്റ്യനിലും 1001 ചോദ്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് കൂടാതെ മോഡൽ ടെസ്റ്റ് പേപ്പറുകൾ ഇതിൽ ചെയ്യാനുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ ഞങ്ങൾ ക്യുസാറ്റ് ജയിക്കും, AMU ജയിക്കും, ജാമിയ ജയിക്കും, സിംബയോസിസ് ജയിക്കും,
CUETയുടെ ലീഗൽ ആസ്പെക്ട്സും നമ്മൾ ഇവിടുന്ന് കൊടുക്കും. ഇതാണ് ലോങ് ടേമിന് ചേർന്നവർ. എനിക്കറിയാം നിങ്ങൾ ഡിഗ്രിക്ക് പോകുന്നവരോ പ്ലസ് ടുവിന് പഠിക്കുന്നവരോ അവർക്കല്ല ഞാനിത് പറയുന്നത്. ദയവ് ചെയ്ത് മുഴുവനായിട്ട് കേൾക്കുക. ഇത് ഡെയിലി ബാച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോളേജിൽ പോകുന്ന സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിക്ക് പറ്റൂല, എനിക്കറിയാം. അടുത്ത സ്ലൈഡിന് ദയവായി വെയിറ്റ് ചെയ്യുക. അതാണ് സൺഡേ ബാച്ച്. ഓക്കെ. കഴിഞ്ഞ വർഷം നമ്മൾ ഇത് പറഞ്ഞിട്ട് ഓഗസ്റ്റ് 2 പരീക്ഷയുടെ തലേ ദിവസം വരെ ഓൺലൈനിൽ എന്താ പറയുക, നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് കൊടുത്തിരുന്നു. ഓക്കെ. അപ്പം റിപ്പീറ്റ് ചെയ്യുന്നവരോ പ്ലസ് ടു കഴിഞ്ഞവരോ ഡിഗ്രി കഴിഞ്ഞവരോ അവർക്ക് ഇതാണ് ഏറ്റവും അനുയോജ്യമായ കോഴ്സ്. ഇനി ഇതിൽ ഓൺലൈൻ നോക്കിയാൽ ഓൺലൈനിൽ ഞങ്ങൾ റെക്കോർഡഡ് വീഡിയോസ് അല്ല തരുന്നത്. ഇതേപോലെ ഞാൻ നിങ്ങളുമായിട്ട് ലൈവായിട്ടാണ് വരിക. ഇതേപോലെ എല്ലാ അധ്യാപകരും ലൈവായിട്ടാണ് വരിക. എല്ലാ ആപ്പ് ഫെസിലിറ്റിയും ഓൺലൈനുകാർക്ക് കിട്ടും. അവർക്കും മെറ്റീരിയൽ കിട്ടും, അവർക്ക് മോഡൽ ടെസ്റ്റുകൾ കിട്ടും. ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങൾ അവിടെ സംശയം ചോദിക്കാൻ തയ്യാറാണെങ്കിൽ ആസ് ഗുഡ് ആസ്. കഴിഞ്ഞ വർഷം ഓൺലൈനിലും ഞങ്ങൾ അച്ചീവേഴ്സ് മീറ്റിനാണ് 30ഓളം കുട്ടികൾ ആദ്യമായിട്ട് ജീവിതത്തിൽ കാണുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കുട്ടികൾ ഓൺലൈനിൽ മാത്രം പഠിച്ചിട്ട് ഓൺലൈനിൽ മാത്രം ഇരുന്നിട്ട് ക്ലാറ്റ് ക്രാക്ക് ചെയ്തവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആലോചിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആലോചിക്കാം. ഓൺലൈൻ ആണെങ്കിലും നമ്മൾ തരുന്നത് ലൈവ് സെഷൻസ് ആണ്. ഇനി നേരത്തെ പറഞ്ഞ പ്രശ്നമുള്ളവർക്ക് വീക്കെൻഡ് ബാച്ചിലാണ് സാധ്യതയുള്ളൂ. ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരാൾക്ക് വീക്കെൻഡിലും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ അതേ റേഞ്ച് കവർ ചെയ്യുന്നുണ്ട്. കാരണം നേരത്തെ സ്ലൈഡ് നിങ്ങൾക്ക് തോന്നിയാൽ കാണാം, ക്രാഷിന് നിങ്ങൾ ഓൺലൈനിലേക്ക് മാറും. എന്നാൽ വീക്കെൻഡ് ബാച്ചിൽ ദയവ് ചെയ്തിട്ട് ചാറ്റ് ബോക്സിൽ അനാവശ്യ ചാറ്റുകൾ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. ഇതാണ് നമ്മളൊരു പ്രശ്നം. യു ആർ മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ഡിജിറ്റൽ സൈഡ് ദാൻ ദ കണ്ടന്റ് സൈഡ്. വീക്കെൻഡ് ബാച്ചിലേക്ക് നിങ്ങൾ മാറുമ്പോൾ, നിങ്ങൾ പ്ലസ് ടു പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഡിഗ്രി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് വരാൻ സാധ്യതയുള്ളൂ. കാരണം നിങ്ങൾക്ക് ബാക്കി ദിവസം ക്ലാസ്സസ് ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് സൺഡേ ബാച്ചിന് ചേർന്നാൽ ഇവിടെ സെൻറ്ററിന് വരുന്നവരുണ്ട്, ഓൺലൈനിൽ വരുന്നവരുണ്ട്. ഇതിലും കണ്ടൻറ്റ് വൈസ് സെയിം കണ്ടൻറ്റ് നമ്മൾ കവർ ചെയ്യും. നിങ്ങൾ സൺഡേസ് ഇവിടെ വരും. അത് കഴിഞ്ഞ് നിങ്ങളുടെ പ്ലസ് ടു പരീക്ഷ കഴിയുമ്പോൾ, ഡിഗ്രി പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്രാഷ് ബാച്ച് ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് ഇവിടെ കിട്ടും. അപ്പോൾ ഇപ്പോൾ വീക്കെൻഡിൽ തിരുവനന്തപുരത്തുള്ള ഒരു കുട്ടിക്ക് ഓൺലൈനിൽ ചേരാം സൺഡേ ബാച്ചിൽ. നിങ്ങളുടെ പ്ലസ് ടു കഴിഞ്ഞാൽ ഓഫ്ലൈനിൽ ഇവിടെ വന്ന് താമസിച്ച് ക്രാഷ് ബാച്ച് വേണമെങ്കിൽ ഓഫ്ലൈനിൽ ആക്കാം. അതല്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ തുടരാം. ഓൺലൈനിൽ നമ്മൾ കൊടുക്കുന്നത് ലൈവ് ക്ലാസ്സസ് തന്നെയാണ്. ഓൺലൈനിൽ നമ്മൾ ലൈവ് ക്ലാസ്സസ് തന്നെയാണ് കൊടുക്കുന്നത്. ടൈമിങ്ങും കാര്യങ്ങളും ബാച്ച് ഫോം ആയതിന് ശേഷം തരുന്നതായിരിക്കും. ഇന്ന് ഞാനിപ്പോൾ ഈ എടുക്കുന്ന ക്ലാസ് ഇപ്പം തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ആപ്പിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് ഇന്ന് ഈ ഞായറാഴ്ച കയറാൻ പറ്റിയില്ലെങ്കിൽ ആ ക്ലാസ് ലൈവ് റെക്കോർഡ് ചെയ്ത് എടുത്ത സെഷൻ റെക്കോർഡ് ചെയ്തിട്ട് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. പക്ഷേ ആപ്പിൽ ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തിന് ലൈവിൽ കയറണം എന്നുള്ള ചിന്തയിലാണ് കോഴ്സ് ചേരുന്നതെങ്കിൽ എഫക്റ്റീവ്നെസ് കുറയും. ഓക്കെ. ഇതിൽ ക്രാഷ് പരീക്ഷ വരെ ഉണ്ടാകും. പരീക്ഷയുടെ തലേ ദിവസമാണ് ഇവിടുന്ന് കുട്ടികൾ പിരിഞ്ഞു പോയത്. പക്ഷേ ഈ വർഷം അനിയന്ത്രിതമായി ഇങ്ങനെ നീണ്ടുപോയതുകൊണ്ട് അടുത്ത വർഷം നമ്മൾ എന്തായാലും കോഴ്സിനൊരു കട്ട് ഓഫ് ഡേറ്റ് ഡിക്ലെയർ ചെയ്യും. അതായത് അന്ന് ക്ലാസ് നിർത്തുമെന്നല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ സംഭവം അവസാനിപ്പിക്കേണ്ടി വരും. ഓക്കെ.
അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് 2 ഓപ്ഷനാണുള്ളത്, റെഗുലർ അല്ലെങ്കിൽ വീക്കെൻഡ്. അതിൽ തന്നെ ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ. ഓൺലൈനിലാണെങ്കിൽ ലൈവ് ക്ലാസ്സാണ്, പക്ഷേ ഓൺലൈനിൽ വീക്കെൻഡിൽ ചേർന്നിട്ട് വേണമെങ്കിൽ ക്രാഷ് സമയത്ത് ഇങ്ങോട്ട് മാറാം. അതിൻ്റെ ഫീസിൻ്റെ കോമ്പിനേഷൻ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ റിക്വയർമെൻ്റ് ആയിരിക്കുമല്ലോ, അത് ഞാൻ ഇവിടെ പറയേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. 2023 ക്ലീയുടെ റിസൾട്ട് തന്നെ എപ്പോഴാണ് വരിക എന്ന് എനിക്ക് പ്രവചിക്കാൻ പറ്റുന്നില്ല. പിന്നെയല്ലേ 2024. അപ്പോൾ അതല്ല നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇന്ന് മുതൽ തയ്യാറെടുക്കാൻ തയ്യാറാണോ അല്ലേ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. പരീക്ഷ എന്നോ ആയിക്കോട്ടെ. ഓക്കെ. എന്തുകൊണ്ട് ജോബ് സെക്യൂരിറ്റിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും എന്നതാണ് അടുത്തത് നിങ്ങൾ അറിയേണ്ടത്. 15 വർഷമായി നമ്മൾ ഈ ഫീൽഡിലുണ്ട്. 2000-ലധികം കുട്ടികൾ ഇത് മെറിറ്റ് സീറ്റിലുള്ള ഇത് മാത്രമാണ് ഞാൻ പറയുന്നത്. സെൽഫ് ഫിനാൻസിങ് നമ്മൾ പറയുന്നേ ഇല്ല. കഴിഞ്ഞ വർഷം 180 കുട്ടികളാണ് ഗവൺമെൻറ് ലോ കോളേജിലെ മെറിറ്റ് സീറ്റിലേക്ക്, എന്ന് പറഞ്ഞാൽ മോർ ദാൻ 60% ഓഫ് ദ സ്റ്റുഡൻസ് ക്വാളിഫൈഡ്. സെൽഫ് ഫിനാൻസിങ് ഞാൻ കൂട്ടുന്നില്ല കേട്ടോ. ഓക്കെ, വളരെ സന്തോഷത്തോടെ പറയാം, കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് 101% ആപ്പിലൂടെ മാത്രം പഠിച്ച് നിങ്ങൾക്ക് സെൽഫ് മോട്ടിവേറ്റഡ് ആണെങ്കിൽ കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ ഒരുപാട് കണ്ടൻറ്റും വീഡിയോസും മോഡൽ ക്വസ്റ്റ്യൻസും ഈച്ച് സബ്ജക്ട്സിൻ്റെ നോട്ട്സും റെക്കോർഡഡ് വീഡിയോസുമുള്ള ആപ്പാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. ഇവിടുത്തെ ഫാക്കൽറ്റി എല്ലാവരും ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ കൂടെ നിന്ന് വിത്ത് ദ സ്റ്റുഡൻറ്റ് ആൻഡ് ഫോർ ദ സ്റ്റുഡൻറ്റ് പഠിപ്പിക്കണമെന്ന് നിർബന്ധമുള്ളവരാണ്. 15 വർഷത്തെ ഒരു ജേണി മുഴുവൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ലാസ്റ്റ് ഇയർ മാത്രം നമ്മൾ പറയുകയാണെങ്കിൽ, ലാസ്റ്റ് ഇയർ മാത്രം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതായത് 2023 ഇത് കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ അച്ചീവേഴ്സ് മീറ്റിൻ്റെ ഇത് കഴിഞ്ഞ വർഷം പോട്ടെ, നമുക്ക് ഇക്കൊല്ലം പറയാം. 3 പേര് ഫ്ലാറ്റിൽ നമ്മൾ ക്വാളിഫൈ ചെയ്തു. സിംബയോസിസിൽ 5 പേര് ക്വാളിഫൈ ചെയ്തു. ഇതിൽ ചിലവർ ക്വാളിഫൈ ചെയ്തിട്ടും പോവാത്തവരുണ്ട് കേട്ടോ. ഇവർ ക്വാളിഫൈ ചെയ്തിട്ടും അവിടേക്ക് പോയിട്ടില്ല. ഇതിൽ ഭൂരിഭാഗം ദേ ഹാവ് എ ഡിഫറെൻറ്റ് പ്ലാൻ. ഫ്ലാറ്റ് എഴുതാൻ നോക്കുന്നവരുണ്ട്, വീണ്ടും കൊച്ചിൻ യൂണിവേഴ്സിറ്റി മതി എന്ന് തീരുമാനിച്ചവരുണ്ട്. AMUലും നമ്മളെ കുട്ടികൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, ജാമിയ മിലിയയിലും ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മോർ ദാൻ 20 സ്റ്റുഡൻസ് നമ്മളതാണ്. 5 പേരാണ് LLMന് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് ക്വാളിഫൈ ചെയ്തത്. അവിടെ ആകെ 15 സീറ്റേ ഉള്ളൂ. മെറിറ്റ് സീറ്റിൽ 13 സീറ്റേ ഉള്ളൂ. അതിൽ 5 പേര് നമ്മളെ കുട്ടികളാണ്. അതിൽ കുറേ പേര് LLBക്കും എൻ്റെ അടുത്ത് പഠിച്ചവരാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി നോക്കിയാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മോർ ദാൻ 30 ഓഫ് അവർ സ്റ്റുഡൻസ്. ഇവരൊക്കെ ഇപ്പോൾ അവിടെ ക്വാളിഫൈ ചെയ്തവരാട്ടോ. ഇപ്പോൾ ഈ MGയിൽ ക്വാളിഫൈ ചെയ്തവരെ ക്യുസാറ്റിലും കാണാം കേട്ടോ ചിത്രം. സ്വാഭാവികമാണല്ലോ, ഇതുവരെ കഴിഞ്ഞതിലെ ടോപ്പ് അച്ചീവേഴ്സിനെയാണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ ഭൂരിഭാഗം പേരും അഡ്മിഷൻ എടുത്തവരാണ്. കണ്ണൂരിൽ ഐ തിങ്ക് മോർ ദാൻ 60% ഓഫ് ദ സ്റ്റുഡൻസ്, ആ ബാച്ചിലെ മൊത്തം 60% സ്റ്റുഡൻസും നമ്മളെ കുട്ടികളാണ്. 3 ഇയറിൽ ആദ്യമായിട്ടാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി 3 ഇയറിലേക്ക് ഇക്കൊല്ലം പരീക്ഷ നടത്തിയത്. മോർ ദാൻ ഐ തിങ്ക് 18 or 20 സ്റ്റുഡൻസ് നമ്മളത് ഓൾറെഡി ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെയാണ് 23-ലെ. ഉസ്മാൻ യൂണിവേഴ്സിറ്റിയിൽ ക്വാളിഫൈ ചെയ്ത 2 പേരുണ്ട്. അപ്പോൾ ഇനി വരാനുള്ളത് ക്ലിയാണ്. ഈ കുട്ടികളിൽ ഭൂരിഭാഗം പേരും ഓൾറെഡി അഡ്മിഷൻ എടുത്തുകൊണ്ട് നമ്മളുടെ പാറ്റേൺ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇപ്പം ക്യുസാറ്റ് ആയിക്കോട്ടെ, MG ആയിക്കോട്ടെ, കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ജോബ് സെക്യൂർ നോട്ട് ജസ്റ്റ് ബിലീവ് ഇൻ ടോപ്പ് റാങ്ക്സ്. ജോബ് സെക്യൂർ ബിലീവ് ഇൻ മോർ റാങ്ക്സ്. ഒരു ഫസ്റ്റ് റാങ്ക് ഹോൾഡറെ നമുക്ക് ഭാഗ്യത്തിന് അല്ലെങ്കിൽ ഇവിടെയും പഠിച്ചു അവിടെയും പഠിച്ചു
നമുക്ക് റാങ്കോ അല്ലെങ്കിൽ റിസൾട്ടോ ക്ലെയിം ചെയ്യാം. അതിനേക്കാൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇതിൽ കണ്ണൂർ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് റാങ്ക് ഉണ്ട്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും റാങ്ക് ഉണ്ട്, MG യൂണിവേഴ്സിറ്റിയിൽ ടോപ്പ് 5 റാങ്ക്സിൽ നമ്മളെ പിള്ളേരാണ്. പക്ഷെ ടോപ്പ് റാങ്കേഴ്സിനേക്കാൾ ഞങ്ങൾക്ക് സന്തോഷം തരുന്നത് 100 റാങ്ക്സ് ആണ്. അപ്പോഴാണ് നിങ്ങൾ ഇറക്കിയ പൈസയ്ക്ക് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കുട്ടികൾ ക്വാളിഫൈ ആയതിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും സന്തോഷമുള്ളത് ലോ എമിനൻസ് എന്ന ആപ്പ് വലിയൊരു റോൾ വഹിക്കുന്നുണ്ട്. ആപ്പിൽ ആരോ ചോദിച്ചു റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആണോ? ആണ്. സ്റ്റുഡിയോ റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആണ്. 18,000-ലധികം ചോദ്യങ്ങളാണ് അതിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ടെസ്റ്റ് ആയിട്ടുള്ളത്. 72 ഒറിജിനൽ മോഡൽ പേപ്പേഴ്സാണ് അതിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളത്. അപ്പം ഇന്ന് നിങ്ങൾ ഡിജിറ്റൽ യുഗത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം. വലിയൊരു ശതമാനം നിങ്ങൾക്ക് ഞാനോ മാഡമോ ക്ലാസ് എടുക്കുന്നതിനേക്കാൾ ഇഷ്ടമുണ്ടാവുക ഡിജിറ്റൽ ഇൻറ്ററാക്ഷനാണ്. അതുകൊണ്ട് ഈ ആപ്പ് കുറച്ച് ചിലവരുണ്ട് ആപ്പ് നന്നായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. പക്ഷേ കുറേ പേര് പറയുന്നത് വീണ്ടും ക്ലാസ്സിലേക്ക് വന്നിട്ട് ആപ്പും കൂടെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ഗുണമുണ്ടാകുന്നുണ്ട്. ആപ്പ് മാത്രമുള്ള പ്രൊഡക്ട്സ് ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. എല്ലാവരും ഈ പറഞ്ഞ പോലെ വിത്ത് ദ സ്റ്റുഡൻറ്റ് ഫോർ ദ സ്റ്റുഡൻറ്റ് മൈൻഡ് സെറ്റോട് കൂടിയാണ് ഇവിടുത്തെ എക്സ്പീരിയൻസ് ടീം ഓഫ് ഫാക്കൽറ്റി നിലകൊള്ളുന്നത്. കാരണം എല്ലാവരുടെയും എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇവിടെ എൻ്റെ സൈഡിൽ കഴിഞ്ഞ അച്ചീവേഴ്സിൻ്റെ വലിയൊരു സ്റ്റാൻഡ് ഇരിക്കുന്നുണ്ട്, വലിയൊരു പോസ്റ്റർ ഇരിക്കുന്നുണ്ട്. ആ 150 പേരെ ദിവസവും കണ്ടിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. അത് കാണുമ്പം ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് വേറെയാണ്. ഓക്കെ, ഞങ്ങൾ മേലെ നിങ്ങൾ താഴെ എന്നുള്ളതിനേക്കാൾ എല്ലാവരും മേലേക്ക് എത്തുക എന്നത് തന്നെയാണ് ഇൻറ്റൻറ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ഐ സെഡ് വി ബിലീവ് ഇൻ മോർ റിസൾട്ട്സ് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ മോർ റിസോഴ്സസ് കൊടുക്കണം. ചിലവർക്ക് 10,000 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താലേ ശരിയാവുള്ളൂ, ചിലവർക്ക് 10 ചെയ്താൽ ശരിയാവും. ഇപ്പം ഇംഗ്ലീഷ് മാത്രം വീക്കായിട്ടുള്ള ഒരു കുട്ടിക്ക് ഇംഗ്ലീഷിലെ പ്രപ്പോസിഷൻ എന്ന സെക്ഷനിൽ മാത്രം നമ്മൾ 500 ക്വസ്റ്റ്യൻ ചെയ്യിക്കും. ഇതിലുണ്ട് 101 ക്വസ്റ്റ്യൻ. അത് കൂടാതെ ആപ്പിലുണ്ട് 500, അത് കൂടാതെ ക്ലാസ്സിലുണ്ട് 500 ക്വസ്റ്റ്യൻ. അപ്പം അത് മനസ്സിലാക്കി അതിൻ്റെ ആവശ്യത്തിന് അത് ചെയ്യാൻ പറ്റും. നമ്മൾ ഡെവലപ്പ് ചെയ്ത മെത്തഡോളജിയിൽ പ്രധാന സംഗതി ഫെയിലിയർ അനാലിസിസ് ആണ്. പ്രപ്പോസിഷൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റ് നടത്തും. കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റ് നടത്തും. ഓക്കെ, എന്നിട്ട് കുട്ടിക്ക് തന്നെ സ്വയം ബോധ്യമാവണം എന്തുകൊണ്ടാണ് അവന് ക്ലാസ്സിൽ പറഞ്ഞു തന്ന 20 ചോദ്യങ്ങൾ പിറ്റേ ദിവസം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടാതെ പോയത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ വീട്ടിൽ പോയിട്ട് ഒന്നും വായിച്ചു നോക്കിയില്ല പറയുന്ന കുട്ടികളുണ്ട്. ഓക്കെ, ഫോക്കസ് ഓൺ സക്സസ് സ്ട്രാറ്റജി. ഞങ്ങളുടെ രീതി ഇതാണ്, അതിലൂടെ നിങ്ങൾ ജയിച്ചോളും. അത് ഞാൻ ഒരിക്കലും പറയില്ല. ഇപ്പം എക്സിന് ഉത്തരം കിട്ടാത്തതിൻ്റെ റീസണും വൈക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ റീസണും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. എല്ലാം കൂടെ ഓരോരുത്തർക്കും ഇവിടെ ഇൻഡിവിജ്വൽ ട്യൂഷൻസ് കൊടുക്കുന്നില്ല കേട്ടോ, ഞാൻ അതും തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെയല്ലല്ലോ സാർ അന്ന് പറഞ്ഞത്. പറഞ്ഞിട്ട് ഇൻഡിവിജ്വൽ ട്യൂഷൻസ് നമ്മൾ കൊടുക്കാൻ പറ്റില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്കൊരു പ്രിപ്പറേഷൻ ഫ്രെയിം വർക്ക് ഉണ്ട്. അത് എക്സിനുള്ളതായിരിക്കില്ല വൈക്ക്. കാരണം എക്സ് ലീഗൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ന്യൂമറിക്കൽ കട്ട പുകയായിരിക്കും. അപ്പം അവർക്ക് എന്ത് പറ്റും? ന്യൂമറിക്കലിന് നമ്മളൊരു പ്രിപ്പറേഷൻ ഫ്രെയിം വർക്ക് വേറെ കൊടുക്കും. പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ, ഇതിൻ്റെ പ്രധാന കളി നടക്കുന്നത് ആ 2 മണിക്കൂർ പരീക്ഷയിൽ എങ്ങനെ സ്ട്രാറ്റജൈസ് ചെയ്യണമെന്നാണ്. അത് വളരെ നിർണായകമാണ്. ആ പരീക്ഷയിൽ സ്ട്രാറ്റജൈസ് ചെയ്യുന്നതിന് കൃത്യമായ ക്ലാസ്സുകൾ നമ്മളിവിടെ കൊടുക്കും. കാരണം ഇതിന് സ്കില്ല് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, പഠിക്കാനുള്ള ഒരു വില്ലും കൂടെ വേണം. ആ വില്ല് എങ്ങനെയാണ്? ഈ 120 മിനിറ്റ് ക്ഷമയോടെ ഇരുന്ന് പരീക്ഷ എഴുതാൻ നമുക്ക് ഇപ്പോൾ ആവുന്നില്ല. ഓക്കെ,
ആ ആ ആ ആ ക്ഷമ വരെ നമുക്ക് ഇവിടുന്ന് ഡെവലപ്പ് ചെയ്യണം. സോ ദാറ്റ് ഈസ് ദ സിമ്പിൾ സീക്രറ്റ്. ദോസ് ഹു സ്വെറ്റ്സ് മോർ ഇൻ ട്രെയിനിങ് ബ്ലീഡ്സ് ലെസ് ഇൻ വാർ. ലോകത്തിലെ ആദ്യത്തെ എല്ലാ മത്സരങ്ങളുടെയും അടിസ്ഥാന തത്വം ഇതാണ്: പരിശീലന കളരിയിൽ വേർത്തവൻ യുദ്ധഭൂമിയിൽ ചോര വാർന്ന് ബുദ്ധിമുട്ടില്ല. നമ്മളിവിടെ ടഫ് ക്വസ്റ്റ്യൻസ് കൊടുക്കും. ഫാക്കൽറ്റി ടീം സ്വന്തമായി ഉണ്ടാക്കിയ ട്രിക്കി ക്വസ്റ്റ്യൻസ് ചെയ്യിക്കും, കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ചെയ്യിക്കും. പലപ്പോഴും അതേപോലത്തെ ചോദ്യങ്ങൾ അവിടെ വരാറില്ല. എന്നിരുന്നാൽ പോലും 100 കിലോ ഡെയിലി പൊക്കി പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് 50 കിലോൻ്റെ ഒരു വെയിറ്റ് വരുമ്പോൾ വളരെ ശ്രദ്ധയോടെ, സന്തോഷത്തോടെ, ടെൻഷൻ ഇല്ലാതെ അത് പൊന്തിക്കാനാവും. ദാറ്റ് ഈസ് ഹൗ വി പ്രിപ്പയർ. അപ്പോൾ അതിന് തീർച്ചയായും ഇതൊരു നർച്ചറിങ് കരിയേഴ്സ് ഇൻ ലോ എന്ന ഒരു ആഗ്രഹത്തോടെ, ഒരു ആശയത്തോടെയാണ് നമ്മൾ ഈ സ്ഥാപനം കൊണ്ട് നടക്കുന്നത്. നമ്മൾ LLB മാത്രമല്ല, ക്ലാറ്റ് ചെയ്യുന്നുണ്ട്, LLM ചെയ്യുന്നുണ്ട്, മുൻസിഫ് മജിസ്ട്രേറ്റ് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൊടുക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ സബ്ജക്റ്റിനോടും പഠിപ്പിക്കാനുള്ള ഇഷ്ടം കൊണ്ടുമാണ്. ഇത്രയധികം നമുക്ക് ഈ ആപ്പിന് ഡൗൺലോഡുകളും സബ്സ്ക്രിപ്ഷനും ഉണ്ടാകാനുള്ള കാരണം അതിൻ്റെ പുറകിലെടുക്കുന്ന നിരന്തരമായ അപ്ഡേറ്റിങ്ങിനുള്ള ശ്രമം കൊണ്ട് തന്നെയാണ്. ആവശ്യമില്ലാത്തത് എന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയ പലതും ഇതൊന്ന് ഒഴിവാക്കുന്നുണ്ട്, ആവശ്യമുള്ളത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാം കഴിഞ്ഞാലും ഏതൊരു കോച്ചിങ് സെൻറ്ററിൽ പോയാലും ഉണ്ടാകുന്ന പരിവർത്തനം ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് ഓൾ എ ക്വസ്റ്റ്യൻ ഓഫ് യു പീപ്പിൾ സ്റ്റാർട്ട് ബിലീവിങ് ഇൻ യുവർ സെൽഫ്. ഞാൻ കോച്ചിങ് എടുത്തിട്ടുണ്ട് എന്നതുകൊണ്ട് അല്ല സുഹൃത്തുക്കളെ നിങ്ങളിൽ വിശ്വാസം വരാൻ പോകുന്നുണ്ട്. ഞാൻ നല്ലവണ്ണം അധ്വാനിച്ചിട്ടുണ്ട്. വെരി ഹാപ്പി. ഞാൻ പറയാൻ ആഗ്രഹിച്ച സാധനം ഇവിടെ കമൻറ്റിൽ ഇട്ടിട്ടുണ്ട്. ദ ഒപ്പീനിയൻ ഓഫ് എക്സ് സ്റ്റുഡൻറ്റ് ഓഫ് ജോബ് സെക്യൂർ ഈസ് ഓസം, ബട്ട് വി ഓൾസോ നീഡ് ടു വർക്ക് ഹാർഡ്. അയ്യോ, ഞാനത് തന്നെയാണ് പറയാൻ പോയത്. ഞങ്ങൾക്ക് ഒരു കണ്ണാടി പിടിച്ചു തരാൻ പറ്റും. അതിൽ 100% ആത്മവിശ്വാസം വർദ്ധിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റണം. അല്ലാതെ ദിനേശ് സാറ് പറയാണ് നീ പുലിയാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ദിനേശ് സാറിനല്ല അത് തോന്നേണ്ടത്. അത് തോന്നേണ്ടത് ആ ഇമേജിനെ കാത്തു സൂക്ഷിക്കുന്ന നിങ്ങൾക്കാണ്. ആ ബിലീഫ് സിസ്റ്റം ഈ ഒരു പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഡെവലപ്പ് ചെയ്യാറ്. ആ ഒരു ബിലീഫ് സിസ്റ്റം നമ്മൾ വളർത്തിയെടുക്കുന്നത് എല്ലാവർക്കും കൂടിയാണ്. അതായത് ലൈഫ് ലോങ് LLBക്ക് ചേർന്ന കുട്ടികളും നമ്മളോട് ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ എൻ്റെ അടുത്ത് ചേർന്നോ വന്നോ എന്നതിനേക്കാൾ ഉപരി ചില വ്യക്തതകൾ നിങ്ങൾക്ക് തരാൻ സാധിക്കുമോ എന്നതാണ് ഓരോ കരിയർ ടോക്ക് നടത്തുമ്പോഴും എൻ്റെ ആഗ്രഹം.